പോലും ബാക്കി വെക്കാതെ വടിച്ച് തുടച്ച് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ ഇന്ന് കാണിക്കാൻ വേണ്ടി പോണത്. 2 മുട്ടയും ഒരു തക്കാളിയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. തക്കാളി മിക്സിയിൽ അടിച്ച് ചെയ്യുന്ന ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു എഗ്ഗ് മസാല ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം നമ്മുടെ മുട്ട ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു കുഞ്ഞു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇതേമാതിരി ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പും കുറച്ച് മുളകും പൊടി തൂവിയിട്ട് നമുക്ക് അതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. 2 സൈഡും ഒന്ന് നല്ല ഫ്രൈ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിത് എടുക്കാം. ഇങ്ങനെ നിങ്ങൾ എത്ര മുട്ടയാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് അത്രയും മുട്ട പൊരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊരു ഷേപ്പിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കരണ്ടി പാത്രത്തിൽ നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ നോൺ സ്റ്റിക്കിൻ്റെ പാനിലോ അല്ലെങ്കിൽ വേറെ ഏത് പാത്രത്തിൽ വേണമെങ്കിലും പൊരിച്ചെടുക്കാം. ഇനി നമുക്ക് മിക്സിൻ്റെ ജാർ എടുത്തിട്ട് ഒരു തക്കാളി, ഞാൻ അത്യാവശ്യം വലുപ്പത്തിലൊരു തക്കാളി എടുത്തിട്ട് ഇതുപോലെ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലോട്ട് ഇതുപോലെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, 2-3 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നല്ല അരച്ച് മാറ്റി വെക്കുക. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നല്ലോണം ഒന്ന് ചൂടായി വരുമ്പം ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കണം. അതിലേക്ക് തന്നെ കുറച്ച് കൂടുതൽ കറിവേപ്പിൻ്റെ ഇലയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നല്ല വഴറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് നന്നായി നല്ല സോഫ്റ്റായി നല്ല കളറൊക്കെ ഒന്ന് മാറി നല്ല വഴണ്ട് വരണം. അതുവരെ നമുക്കിത് വഴറ്റി കൊടുക്കാം. നന്നായി വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഉപ്പ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കുക. അപ്പോൾ ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് മാറി നല്ല സോഫ്റ്റായിട്ട് വന്നാൽ നമുക്ക് അതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിലോട്ട് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഒരു 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മുളക് പൊടി. ഇത്രയേ ചേർത്തിട്ടുള്ളൂ. ഇത് മസാല ആവുന്നതുകൊണ്ട് തന്നെ കൂടുതൽ മസാലപ്പൊടികളുടെ ആവശ്യമില്ല, കുറച്ച് മാത്രം ചേർത്താൽ മതി. പിന്നെ അത് മാത്രമല്ല, ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ അതിന് പകരം ഗരം മസാല ചേർത്ത് കൊടുത്താലും മതി. ഇതിലോട്ട് നമുക്ക് ഇതുപോലെ അരച്ചിട്ടുള്ള ആ ഒരു തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം കേട്ടോ. പൊടികളെല്ലാം വഴറ്റിയ ശേഷം എന്നിട്ട് അതിൻ്റെ നീര് മുഴുവൻ വറ്റിച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ നല്ല ഡ്രൈ ആക്കി നല്ല വറ്റിച്ചെടുത്ത ശേഷം മാത്രം കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഒഴിച്ചു കൊടുത്ത് നല്ല തിളക്കുമ്പോൾ നമുക്ക് അതിലോട്ട് ഫ്രൈ ചെയ്തിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കാം. അതിപ്പോൾ നിങ്ങൾക്ക് 2 എണ്ണമാണോ 3 എണ്ണമാണെങ്കിലും 4 എണ്ണമാണെങ്കിലും എത്രയാണെങ്കിലും അതിനനുസരിച്ചിട്ട് സവാളയുടെ എണ്ണവും തക്കാളിയുടെ എണ്ണവും ഒക്കെ കൂട്ടിയെടുത്താൽ മതി. എന്നിട്ട് ഇത് തിളച്ച് വരുമ്പോൾ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ മുട്ടേൻ്റെ ഒന്നങ്ങ് 2 സൈഡും ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ആ മസാലയിൽ ഒന്ന് നല്ല ഡിപ്പ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് ആ ഒരു മസാലയിൽ കുറച്ച് സമയം ഒന്ന് പറ്റിച്ചെടുത്താൽ നമ്മുടെ എഗ്ഗ് മസാല ഫ്രൈ ഇവിടെ റെഡിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഇത് നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെ മാത്രമല്ല അപ്പത്തിൻ്റെ കൂടെയും ദോശൻ്റെ കൂടെയും പിന്നെ അതുപോലെ തന്നെ ഇഡലി, ചോറ് എല്ലാത്തിൻ്റെ കൂടെയും പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.